ഈ കീറിയ പേപ്പർ കഷ്ണങ്ങൾ വെച്ചാണോ നിങ്ങൾ തെളിവുണ്ടാക്കുന്നത്? ഒരു കേസ് തെളിയിക്കാൻ ഒരു പേപ്പർ കഷ്ണമൊക്കെ ധാരാളമാണ്. എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി തെളിവ് കാണിച്ചു തരാം. കിരൺ, മതി, ഇത്രയും മതി. ഞാൻ വരുന്നവരെ ഇവരിവിടെ ഇരിക്കട്ടെ. സർ. പ്രസീതയുടെ കുറ്റസമ്മതം മതി നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്താൻ. അത് മാത്രം പോരാ. ആ മൊഴിയൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. അതെല്ലാം പ്രസീത തന്നെ മാറ്റി പറയും. അതെ, നമുക്ക് ശക്തമായ തെളിവുകളും സാക്ഷികളും വേണം. ആവശ്യത്തിനുള്ളതെല്ലാം നമുക്കായിട്ടുണ്ട്. ബാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വെറുതെ ചെന്ന് പറഞ്ഞാലൊന്നും അവര് കുറ്റം സമ്മതിക്കില്ല. നമ്മൾ ചെന്നാ അവര് ലോക്ക് ചെയ്തിരിക്കണം. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. നമുക്കാദ്യം ആ ഗോൾഡിന്റെ കാര്യത്തിൽ ഒരു റെയ്ഡ് മഹസർ തയ്യാറാക്കി പ്രസീതയെ ഇവിടെ തന്നെ ഇരുത്താം. പിന്നെ ഒരു ഇൻഫർമേഷനും ലീക്കാവാതെ നേരെ പ്രദീപിന്റെ വീട്ടിൽ കയറി അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. അതിനുള്ള തെളിവുകളുമായിട്ട് വേണം നമ്മൾ പോവാൻ. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത ശേഷം ഒന്നിച്ച് കോടതിയിൽ ഹാജരാക്കാം. ഓക്കെ, എങ്കിലങ്ങനെ ചെയ്യാം. നമ്മൾ അവിടെ ചെന്ന് കയറുന്നതിന് മുൻപ് കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തണം. അപ്പുറത്തെ വശത്ത് പോലീസുകാർ എത്തിയിട്ടുണ്ട്. CI വന്ന ശേഷം അകത്തേക്ക് കയറിയാൽ മതിയെന്നാ പറഞ്ഞത്. ഒരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് ആരും രക്ഷപ്പെടരുത്. ഗേറ്റിന്റെ ഭാഗത്തേക്ക് ഞാൻ പോവാം. CI സാർ എത്തുമ്പോൾ ഞാൻ സിഗ്നൽ തരാം. ഓക്കെ, എന്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബാ. ഞങ്ങളൊരു കംപ്ലൈന്റ് തരാൻ സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. എന്തുപറ്റി? ഞങ്ങളുടെ മകൾ പ്രസീതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബാങ്കിൽ അന്വേഷിച്ചപ്പോ അവൾ ഇറങ്ങിയിട്ട് കുറെ സമയമായെന്നാ പറയുന്നേ. പേടിക്കണ്ട, മകള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വിനീതയുടെ സ്വർണവുമായിട്ട് ഞങ്ങൾ പ്രസീതയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കൂടി കൊണ്ടുപോവാനാ ഞങ്ങൾ വന്നത്. സ്റ്റേഷനിലേക്ക്. അതെന്തിനാ ഞങ്ങളെ കൊണ്ടുപോകുന്നേ? വിനീതയുടെ മരണം ഒരു ആത്മഹത്യ അല്ലെന്നും നിങ്ങൾ എല്ലാവരും ചേർന്ന് വിനീതയെ ഇല്ലാതാക്കിയതാണെന്നും ഞങ്ങൾക്ക് ഉറപ്പായി. അതെ, നിങ്ങളുടെ മകൾ പ്രസീത കുറ്റസമ്മത മൊഴി തന്നു കഴിഞ്ഞു. ഇനി ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കീഴടങ്ങുകയെ നിങ്ങൾക്ക് വഴിയുള്ളൂ. നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. വന്നു കയറിയ സ്ഥലവും മാറിപ്പോയി. ഇങ്ങനെ കുക്ക് ചെയ്ത കുറച്ച് കഥകളും എന്റെ മകളുടെ കുറ്റസമ്മതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകാമെന്നോ അറസ്റ്റ് ചെയ്യാമെന്നോ വല്ല ധാരണ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. വ്യക്തമായ തെളിവുമായി വന്നാൽ പോലും ഞങ്ങളെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്റെ തറവാട്ടിലുള്ളവരുടെ സ്വാധീനം എന്താണെന്നോ പാരമ്പര്യം എന്താണെന്നോ നിങ്ങൾക്കറിയില്ല. എന്ത് സ്വാധീനം ഉണ്ടായാലും എത്ര പാരമ്പര്യം പ്രസംഗിച്ചാലും നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവുന്നില്ല.
ഒരു പാവം പെണ്ണിന്റെ ജീവിതം പിച്ച ചീന്തി ഇല്ലാതാക്കിയിട്ട് പാരമ്പര്യം പറയുന്നു. നിങ്ങൾക്ക് തെളിവുകളല്ലേ കാണണ്ടേ? വിനീത ഇവിടെ അനുഭവിച്ചതിന്റെ കുറെ ഭാഗങ്ങൾ അവൾ എഴുതി കീറിക്കളഞ്ഞതിൽ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എല്ലാം നിങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടും മുൻപ് എഴുതിയത് ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി കിടപ്പുണ്ടായിരുന്നു. സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം. വിനീതയ്ക്ക് അവളുടെ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അവള് മനസ്സിലുള്ളത് പലതും എഴുതി വെക്കുകയും മറ്റാരും കാണാതെ പലപ്പോഴും അത് കീറിക്കളയുകയും ചെയ്യുമായിരുന്നു. അവള് മരിച്ച ശേഷം വിനീത എഴുതി വെച്ചിരുന്നതെല്ലാം നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഈ കീറിയ പേപ്പർ കഷ്ണങ്ങൾ വെച്ചാണോ നിങ്ങൾ തെളിവുണ്ടാക്കുന്നത്? ഒരു കേസ് തെളിയിക്കാൻ ഒരു പേപ്പർ കഷ്ണമൊക്കെ ധാരാളമാണ്. എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി തെളിവ് കാണിച്ചു തരാം. കിരൺ, ഈശ്വര, നീ ഫോണിൽ റെക്കോർഡ് ചെയ്യായിരുന്നു അല്ലടി? ആണെങ്കിൽ താടിയൂർ എടാ, അതിനകത്ത് എന്നാ സിമ്മൊക്കെ എടുത്ത് കളഞ്ഞേക്ക്. ഈ ഫോൺ എവിടെ കളയാനാമേ? ആ പറമ്പിലെ കാടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്ക്. ആ. ഇനി അത് ആർക്കും കിട്ടരുത്. ശരി. ഇതും പോരാന്നുണ്ടോ? വിനീതയെ നിങ്ങൾ എന്താ ചെയ്തെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. പറയട്ടെ.